ടെൻഡേഴ്സ് ഓർ കൊട്ടേഷൻ ആണ്. ടെൻഡേഴ്സ് ഓർ കൊട്ടേഷൻ. എന്താ കൊട്ടേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കൊട്ടേഷൻ കൊടുക്കുക കേട്ടിട്ടുണ്ടോ? കൊട്ടേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ടെൻഡർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു എസ്റ്റിമേറ്റഡ് പ്രൈസ് അറിയാനായിട്ട് നമ്മളൊരാൾക്ക് കരാറ് കൊടുക്കുക എന്നൊക്കെ പറയും. അതാണ് കേട്ടോ ടെൻഡേഴ്സ് ഓർ കൊട്ടേഷൻ. ചോദിക്കാൻ 2 മാർക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ വാട്ട് ഈസ് ടെൻഡർ എന്നോ അല്ലെങ്കിൽ വാട്ട് ഈസ് കൊട്ടേഷൻ എന്നൊക്കെ ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം. അതായത് ബിസിനസ് എന്റർപ്രൈസസ് യൂഷ്വലി ഇൻവൈറ്റ് ഓഫർ ഓഫ് പ്രൊഡ്യൂസിങ് ആൻഡ് സപ്ലൈയിങ് സർട്ടൈൻ പ്രൊഡക്റ്റ് ഓർ എൻറ്ററിങ് സർവീസ് ബൈ അഡ്വർടൈസ്മെന്റ് ഇൻ ദ ന്യൂസ് പേപ്പർ അണ്ടർ ദ ടൈറ്റിൽ ടെൻഡർ. ടെൻഡർ കൊടുക്കാനാണ് അർത്ഥം. മനസ്സിലായത്? അതായത് ഒരാൾ സാധനങ്ങൾ നമുക്ക് സപ്ലൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും അല്ല. അപ്പോൾ അങ്ങനെ സഹായിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? അഡ്വർടൈസ്മെന്റ് കൊടുക്കും. ടെൻഡർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അഡ്വർടൈസ്മെന്റ് കൊടുക്കും കേട്ടോ. ദ ബിസിനസ് മാൻ ഇൻ റെസ്പോൺസ് ടു അഡ്വർടൈസ്മെന്റ് കോട്ട് പ്രൈസ് ഫോർ ദ മാനുഫാക്ചർ ആൻഡ് സപ്ലൈ ഓഫ് ദ റിക്വയർഡ് ആർട്ടിക്കിൾസ് ഓർ ടു റെൻഡർ സർവീസ്. അതായത് ചില ആളുകൾ എന്താ ചെയ്യാന്നറിയും, എനിക്ക് ഇന്ന സാധനം പ്രൊഡ്യൂസ് ചെയ്യണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആരാണ് എൻ്റെ ഒരു ടെൻഡർ ഏറ്റെടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കൊട്ടേഷൻ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യം കൊടുക്കും. അപ്പോൾ അതിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ആരാണോ പ്രൊഡ്യൂസ് ചെയ്തത് അവർ ഇയാളെ സമീപിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആ കൊട്ടേഷൻ അവർക്ക് കിട്ടും. അതാണ് ടെൻഡർ ഓർ കൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദ എസ്റ്റിമേറ്റഡ് പ്രൈസ് ഈസ് കോൾഡ് ടെൻഡർ പ്രൈസ്. മനസ്സിലായോ? അതായത് എനിക്കൊരു 10 ടോയ് പിയാനോ ഉണ്ടാക്കണം. പിയാനോ കേട്ടിട്ടില്ല? പിയാനോ കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഈ 10 ടോയ് പിയാനോ എനിക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ആരാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ, അവർക്കല്ലേ ഞാൻ എൻ്റെ കൊട്ടേഷൻ കൊടുക്കുക അല്ല, എൻ്റെ കരാറ് കൊടുക്കുക. ശരിയല്ലേ? അപ്പം ഞാൻ അവരോട് ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് ഈ 10 ടോയ് പിയാനോ ഉണ്ടാക്കാനായിട്ട് ആരൊക്കെ എന്നെ സഹായിക്കും? അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? അവരുടെ എസ്റ്റിമേറ്റഡ് പ്രൈസ് അവർ പറയും. ഞാൻ ഇത്ര രൂപയ്ക്ക് ഉണ്ടാക്കിത്തരാം. അങ്ങനെയുള്ള പ്രൈസിനെയാണ് നമ്മൾ എസ്റ്റിമേറ്റഡ് പ്രൈസിനെയാണ് ടെൻഡർ പ്രൈസ് എന്നോ കൊട്ടേഷൻ പ്രൈസ് എന്നോ പറയുക. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ടെൻഡർ പ്രൈസ് ഓർ കൊട്ടേഷൻ പ്രൈസ് ഈസ് എസ്റ്റിമേറ്റഡ് പ്രൈസ് ഫോർ വിച്ച് ദ മാനുഫാക്ചറർ ആർ ഇൻട്രസ്റ്റഡ് ടു സപ്ലൈ ദ പ്രൊഡക്റ്റ് ടു ദ കസ്റ്റമർ. കണ്ടോ? അതായത് മാനുഫാക്ചറർ പ്രൊഡക്റ്റ് കസ്റ്റമറിന് സപ്ലൈ ചെയ്യില്ലേ, താല്പര്യമുള്ള ആളുകൾ. അപ്പോൾ അവർ പറയുന്ന ആ എസ്റ്റിമേറ്റഡ് പ്രൈസിനെയാണ് ടെൻഡർ പ്രൈസ് എന്നോ കൊട്ടേഷൻ പ്രൈസ്. ഇത് ശരിക്കും ഈ പ്രൈസ് എങ്ങനെ കണ്ടെത്തുക? ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ മാനുഫാക്ചറർ ഒരു സാധനത്തിൻ്റെ എസ്റ്റിമേറ്റഡ് പ്രൈസ് എങ്ങനെ കണ്ടെത്താന്ന് അറിയാമോ ആർക്കെങ്കിലും? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ടെത്തുക അറിയാമോ? ഫേസ് വാല്യൂ അല്ല, തൊട്ട് മുൻപ് പ്രൊഡ്യൂസ് ചെയ്ത ഇതേ സെയിം സാധനം മുമ്പ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവില്ല ഇവർ ഇല്ലേ? അപ്പോൾ അതിൻ്റെ ആ പ്രൈസിൻ്റെ ഒരു ഏകദേശ കണക്ക് വെച്ചിട്ടാണ് ഇവർ എസ്റ്റിമേറ്റഡ് പ്രൈസ് കണ്ടെത്തുക. ക്ലിയർ ആയോ? കത്തിയോ? ഓക്കെ. അപ്പോൾ അത് കണ്ടെത്താനായിട്ട് ഓരോന്ന് കണ്ടെത്താനായിട്ട് അതിൻ്റേതായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് വേജസ് ആണെങ്കിൽ ഇപ്പോൾ ഒരു 10 ടോയ് പിയാനോ ഉണ്ടാക്കാനായിട്ട് എത്ര ഡയറക്റ്റ് വേജസ് വരും എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തൊട്ട് മുമ്പ് പ്രൊഡ്യൂസ് ചെയ്ത ടോയ് പിയാനോയുടെ വേജസ് ഇല്ലേ, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോഴത്തെ ഫാക്ടറി ഓവർ ഹെഡിനെ ഡയറക്റ്റ് വേജസ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു 100 ചെയ്യും. അപ്പോൾ ഇത് കാണാതെ പഠിക്കുക കേട്ടോ. ഇനി ഓഫീസ് ഓവർ ഹെഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഓഫീസ് ഓവർ ഹെഡിനെ എന്ത് ചെയ്യും? ഫാക്ടറി കോസ്റ്റ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു 100 ചെയ്യും. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആണെങ്കിലും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിനെ ഫാക്ടറി കോസ്റ്റ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട്, അതായത് ഈ 2 എണ്ണം ഏതൊക്കെ? ഓഫീസ് ഓവർ ഹെഡും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡും കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി? ഫാക്ടറി കോസ്റ്റ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് ആ പെർസെൻറ്റേജ് കിട്ടും. നിങ്ങൾക്ക് ഇതിപ്പോൾ മനസ്സിലായിട്ടില്ലെന്ന് എനിക്കറിയാം. ഈ 3 ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ? ഇല്ല, ഞാൻ പ്രോബ്ലം പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. നോക്കി, ദി അക്കൗണ്ട് ഓഫ് എ മെഷീൻ മാനുഫാക്ചറിങ് കമ്പനി ഡിസ്ക്ലോസ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഫോർ ദ 6 month എൻഡിങ് 31st December 2020. മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് എത്രയാ? 1,50,000. വേജസ് 1,20,000. ഫാക്ടറി ഓവർ ഹെഡ് 24,000. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസ് അത് എന്തായാലും ഓഫീസ് ഓവർ ഹെഡ് ആണ് 17,640. ഇത് ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? Prepare the cost sheet of the machine and calculate the price which the company should quote for the manufacturer of a machine requiring materials valued at ₹1,250, expenditure in productive wages 750, so that the price may yield a profit of 20% on the selling price. മക്കളെ ഇവിടെ എന്താ പറഞ്ഞേക്കണെന്ന് അറിയോ?
അതായത് നമുക്ക് ആദ്യം കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ട് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ഫാക്ടറി ഓവർഹെഡ്, അതുപോലെ ഓഫീസ് ഓവർഹെഡ് ഒക്കെ തന്നിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ ഇത് ഓൾറെഡി സംഭവിച്ചതാണ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ഷീറ്റ് ആദ്യം പ്രിപ്പയർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കോസ്റ്റ് ഷീറ്റ് ആദ്യം പ്രിപ്പയർ ചെയ്താലോ? അപ്പോൾ ആദ്യം മെറ്റീരിയൽ എവിടെ എഴുതാം? ഫസ്റ്റ് തന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ അല്ലേ എഴുതാ അല്ലേ? അപ്പോൾ മെറ്റീരിയൽ 1,50,000. അത് കഴിഞ്ഞാൽ ഏതാ എഴുതാ അടുത്തത്? വേജസ്. പ്രൊഡക്റ്റീവ് വേജസ് പറഞ്ഞാൽ വേജസ് പറഞ്ഞാൽ ഡയറക്റ്റ് വേജസ് ആണ്. അതെടുത്ത് എഴുതി 1,20,000. ഡയറക്റ്റ് എക്സ്പെൻസ് ഇല്ല. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് എന്താ കിട്ടുക? മെറ്റീരിയലും വേജസും കൂടി കൂട്ടി എന്താ കിട്ടുക? പ്രൈം കോസ്റ്റ്. അഥവാ ഇതിന് വേറൊരു പേര് കൂടി ഉണ്ടല്ലോ, കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞില്ല. എന്താ പ്രൈം കോസ്റ്റിന്റെ വേറൊരു പേര്? ഡയറക്റ്റ് കോസ്റ്റ്. വെരി ഗുഡ്. അപ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടി. അതിന്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യും. എത്ര ഫാക്ടറി ഓവർഹെഡ്? 24,000. അത് കൂട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? പ്രൈം കോസ്റ്റിന്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ് കൂട്ടുമ്പോൾ എന്താ കിട്ടുക? ഫാക്ടറി കോസ്റ്റ്. അഥവാ അതിന് വേറൊരു പേരുണ്ടല്ലോ, ഫാക്ടറി കോസ്റ്റ് ഓർ മറന്നാ? ആർക്കും ഓർമ്മയില്ല? വർക്ക്സ് കോസ്റ്റ്. വെരി ഗുഡ്. വർക്ക്സ് കോസ്റ്റ്. ഇതിന്റെ കൂടെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫീസ് ഓവർഹെഡ് 17,640 കൂട്ടാം. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. അത് എല്ലാവർക്കും ക്ലിയർ ആയോ? യെസ്. ഇനി നമ്മുടെ സാധനത്തിലേക്ക് വരാം. ഓക്കെ. ആൻഡ് അപ്പോൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തു. ആൻഡ് കാൽക്കുലേറ്റ് ദ പ്രൈസ് വിച്ച് ദ കമ്പനി ഷുഡ് കോട്ട് ഫോർ ദ മാനുഫാക്ചർ ഓഫ് എ മെഷീൻ. കേട്ടോ. അപ്പോൾ ഒരു മെഷീൻ നമുക്ക് മാനുഫാക്ചർ ചെയ്യാനായിട്ട് കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? കൊട്ടേഷൻ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ആ മെഷീൻ്റെ മെറ്റീരിയലും അതുപോലെ തന്നെ വേജസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര വേണ്ടി വരും? ആ മെഷീൻ ഉണ്ടാക്കാനായിട്ട് എത്ര മെറ്റീരിയൽ വേണം? എത്ര രൂപയുടെ മെറ്റീരിയൽ വേണം? എത്ര രൂപ വേജസ് വരും ആ ഒരു മെഷീൻ ഉണ്ടാക്കാനായിട്ട്? 750. ഈ രണ്ട് സാധനങ്ങൾ നമുക്ക് നിലവിലെ പ്രൈസ്, അത് എന്തായാലും നമുക്ക് കൊട്ടേഷൻ എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അല്ലേ? അപ്പോൾ നമ്മൾ അതിൻ്റെ കോസ്റ്റ് ഷീറ്റ് വരയ്ക്കാൻ പോവാണ്. മെറ്റീരിയൽസ് എത്രയാണ്? മെറ്റീരിയൽസ് 1,250. അടുത്തതോ വേജസ് എത്രയാ? 750. അപ്പോൾ നമ്മൾ മെറ്റീരിയൽസ് എഴുതി, വേജസ് എഴുതി. രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്താ കിട്ടുക? 2,000. അപ്പോൾ നമ്മൾ അതിൻ്റെ ഹെഡിങ് കൊടുക്കുമ്പോൾ വെറുതെ കോസ്റ്റ് ഷീറ്റ് എന്ന് കൊടുക്കരുത്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ടെൻഡർ എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുക്കുക കേട്ടോ. ഇത് കൊട്ടേഷൻ എടുത്തല്ലേ. അപ്പോൾ 2,000 രൂപ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ കമ്പനി എപ്പോഴും മെഷീൻ ഉണ്ടാക്കുന്ന കമ്പനിയല്ലേ? അപ്പോൾ മെഷീൻ ഉണ്ടാക്കുമ്പോൾ എന്തായാലും മെറ്റീരിയൽ വേണം, വേജസ് വേണം, ഫാക്ടറി ഓവർഹെഡ് വേണം, അതുപോലെ തന്നെ ഓഫീസ് ഓവർഹെഡും വരും ഉറപ്പായിട്ടും. കാരണം അതാണല്ലോ മുകളിൽ തന്നേക്കണേ. അപ്പോൾ നമുക്ക് എന്തായാലും മെറ്റീരിയലും വേജസ് ഓൾറെഡി ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഇനി ഫാക്ടറി ഓവർഹെഡ് കണ്ടുപിടിക്കണ്ടേ? വേണ്ടേ? ഫാക്ടറി കോസ്റ്റ് കണ്ടുപിടിക്കണ്ടേ? ഫാക്ടറി കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാന്നറിയോ? അതിനാണ് ആ ഇക്വേഷൻ പഠിക്കേണ്ടത്. നോക്കി, ഫാക്ടറി ഓവർഹെഡ് എങ്ങനെ കാണാം? ഫാക്ടറി ഓവർഹെഡിനെ, അതായത് മുൻപത്തെ കോസ്റ്റ് ഷീറ്റിലെ ഫാക്ടറി ഓവർഹെഡിനെ വേജസുമായിട്ട് ബന്ധമുണ്ട്. ഈ കോസ്റ്റ് ഷീറ്റിൻ്റെ വേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു 100 ചെയ്ത് നോക്കുക. അതായത് എന്താ സംഭവം എന്നറിയോ? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മെയിനായിട്ടൊരു കോസ്റ്റ് ഷീറ്റ് നമ്മൾ വരച്ചിട്ടില്ലേ ആദ്യമേ? ഇല്ലേ? ഇവിടെ വേജസും ഫാക്ടറി ഓവർഹെഡും ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. എപ്പോഴും വേജസിൻ്റെ അടിസ്ഥാനത്തിലെ ഫാക്ടറി ഓവർഹെഡ് വരുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് കണ്ടെത്തണമെന്നറിയോ? നമ്മൾ ഇവിടുത്തെ ഫാക്ടറി ഓവർഹെഡ് ഇവിടുത്തെ വേജസിൻ്റെ എത്ര ശതമാനമാണെന്ന് കണ്ടെത്തണം. മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ ഫാക്ടറി ഓവർഹെഡ് എത്രയാ? ഈ മെയിൻ കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ ആദ്യം വരച്ച കോസ്റ്റ് ഷീറ്റിൽ ഫാക്ടറി ഓവർഹെഡ് എത്രയാ ക്വസ്റ്റ്യനിൽ? 24,000. ആ 24,000നെ വേജസുമായിട്ടുള്ള ബന്ധമുള്ളത് വേജസ് വെച്ച് ഡിവൈഡ് ചെയ്യുക. വേജസ് എത്രയാ? 1,20,000. അപ്പോൾ 24,000 ഡിവൈഡഡ് ബൈ 1,20,000 ഇൻറ്റു 100 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 20% കിട്ടി. അതിനർത്ഥം എന്താ? ഏത് കോസ്റ്റ് ഷീറ്റ് വരച്ചാലും വേജസിൻ്റെ 20% ഫാക്ടറി ഓവർഹെഡ്. ക്ലിയർ ആയോ? ഏത് കോസ്റ്റ് ഷീറ്റ് നിങ്ങളിപ്പോൾ കൊട്ടേഷൻ പ്രൈസിൻ്റെ കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുമ്പോൾ എപ്പോഴും വേജസുമായിട്ട് എന്തിനുണ്ട്? ഫാക്ടറി ഓവർഹെഡ് ബന്ധമുണ്ട്. എന്ത് ബന്ധമുള്ളത്? വേജസിൻ്റെ 20% ഫാക്ടറി ഓവർഹെഡ്. ക്ലിയർ ആയോ? എല്ലാ കോസ്റ്റ് ഷീറ്റിലും ഒന്നും പറഞ്ഞില്ലേ, ആ റിലേഷൻഷിപ്പിൽ തന്നെ ചെയ്യണം. അതായത് പഴയ മെയിൻ കോസ്റ്റ് ഷീറ്റ് നമ്മൾ വരച്ചിടുമല്ലോ, അതിൻ്റെ ഫാക്ടറി ഓവർഹെഡും വേജസ് നമ്മൾ ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. നമുക്ക് പെർസെൻറ്റേജ് കിട്ടുക. അപ്പോൾ എത്ര പെർസെൻറ്റേജ് കിട്ടി? വേജസിൻ്റെ 20% ഫാക്ടറി ഓവർഹെഡ്. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഷീറ്റിലെ വേജസ് എത്രയാ? കൊട്ടേഷൻ കൊടുത്തേക്കണ ആ മെഷീൻ്റെ വേജസ് എത്രയാ? 750 അല്ലേ?
ആ 750ന്റെ 20% കണ്ടാൽ മതി. അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡ് കിട്ടില്ലേ? അപ്പോൾ 750 × 20/100 150 രൂപയാണ് ഈ മെഷീനിന് വരുന്ന ഫാക്ടറി ഓവർ ഹെഡ്. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടി 2150. ക്ലിയർ ആയോ? ഇത് എപ്പോഴും വേജസിന്റെ ബേസിസ് തന്നെ വരിക. ഫാക്ടറി ഓവർ ഹെഡ് മാത്രം, ബാക്കി 2 ഓവർ ഹെഡും ഫാക്ടറി കോസ്റ്റിന്റെ ബേസിസിലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയോ? ഇത് എസ് എ ക്വസ്റ്റ്യൻ ആണ് വരാറ് കേട്ടോ. വരുവാണെങ്കിൽ എസ് എ ക്വസ്റ്റ്യൻ ആയിരിക്കുവേ. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് ഏത് ഓവർ ഹെഡ് വേണം? ഇനി അടുത്തായിട്ട് നമുക്ക് എന്താ വേണ്ടത്? ഇനി നമുക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ജനറൽ എക്സ്പെൻസ് അറിയണ്ടേ? വേണ്ടേ? അതറിയണമെങ്കിൽ നോക്കിയാൽ നിങ്ങൾ മുകളിൽ പറയുന്നുണ്ടല്ലോ, ഓഫീസ് ആൻഡ് ജനറൽ ഓവർ ഹെഡിന്റെ പെർസെൻറ്റേജ് എങ്ങനെ കാണാം? ഓഫീസ് ആൻഡ് ഓവർ ഹെഡിനെ ഫാക്ടറി കോസ്റ്റ് വെച്ച് ഡിവൈഡ് ചെയ്യുക. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് കാണാം? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനെ ഫാക്ടറി കോസ്റ്റ്. അപ്പോൾ അതൊക്കെ ഫാക്ടറി കോസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മെയിൻ കോസ്റ്റ് ഷീറ്റിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ജനറൽ എക്സ്പെൻസ് ഫാക്ടറി കോസ്റ്റിന്റെ എത്ര ശതമാനം എന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കാണാം? നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ജനറൽ എക്സ്പെൻസ് എത്രയാണ് ക്വസ്റ്റ്യനിൽ? 17,640. ഫാക്ടറി കോസ്റ്റോ 2,94,000. അപ്പോൾ 17,640നെ 2,94,000 × 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടും? 6% എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫിദ, എന്തിന്റെ 6% ആണ് ജനറൽ എക്സ്പെൻസ്? അല്ലല്ല, ഫാക്ടറി കോസ്റ്റിന്റെ അടിയിൽ കിടക്കുന്ന സാധനത്തിന്റെ അല്ലേ. ഇപ്പൊ വേജസിന്റെ 20% ഫാക്ടറി ഓവർഹെഡ്, അങ്ങനല്ലേ കണ്ടെത്തിയത് നമ്മള്. അപ്പൊ ഇവിടെ ഫാക്ടറി കോസ്റ്റിന്റെ 6% ജനറൽ എക്സ്പെൻസ്. കണ്ടോ, ഫാക്ടറി കോസ്റ്റ് 2,94,000 അല്ലേ? 2,94,000 × 6/100 ചെയ്ത് നോക്കി, 17,640 കിട്ടണോ നോക്കിയൊന്ന്. 2,94,000 2,94,000 ഓക്കെ ഇൻറ്റു 6/100 എത്ര കിട്ടി? 640. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഫാക്ടറി കോസ്റ്റിന്റെ 6% ഏത്? ജനറൽ എക്സ്പെൻസ്, എസ്റ്റാബ്ലിഷ്മെന്റ്. അപ്പൊ നമ്മുടെ കൊട്ടേഷൻ കോസ്റ്റ് ഷീറ്റ് ചെന്നിവിടെ കണ്ടുപിടിച്ചൂടെ? നമുക്കിവിടെ ഫാക്ടറി കോസ്റ്റ് കിട്ടിയിട്ടില്ലേ മക്കളെ? എത്ര ഫാക്ടറി കോസ്റ്റ്? 2,150 അല്ലേ? അതിന്റെ എത്ര ശതമാനമായിരിക്കും എസ്റ്റാബ്ലിഷ്മെന്റ്? 6%. 2,150 × 6/100 എത്രയാണ് നോക്കി കാൽക്കുലേറ്ററിൽ? 2,150 × 6/100 എത്രയാ? 129. അതും കൂടി കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. കഴിഞ്ഞിട്ടില്ല. നമ്മൾ ചോദിച്ചേക്കണേ എന്തെന്നാ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ല ചോദിച്ചേക്കണേ, കൊട്ടേഷൻ പ്രൈസാണ്. അത് ഉണ്ടാക്കാൻ എത്ര രൂപ ചിലവ് വരും അല്ലേ? അപ്പോൾ നമുക്ക് 2,279 കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ പ്രോഫിറ്റ് കൂടി കൂട്ടേണ്ട ഇയാളുടെ. അപ്പോൾ ഇവിടെ പ്രോഫിറ്റിൻ്റെ കേസിൽ ക്വസ്റ്റിനിൽ പറയുന്നുണ്ട്, വ്യക്തമായി പറയുന്നുണ്ട്, സോ ദാറ്റ് ദ പ്രൈസ് മേ ഈൽഡ് എ പ്രോഫിറ്റ് ഓഫ് 20% ഓൺ ദ സെല്ലിംഗ് പ്രൈസ്. എന്താ അതിനർത്ഥം? 20% ഓൺ ദ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അർത്ഥം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണോ പറഞ്ഞേക്കുന്നത് അത് എപ്പോഴും എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 100% ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഇവിടെ സെയിൽസ് ക്ലിയർ ആയിട്ടില്ല. സെയിൽസ് ഇപ്പോൾ നോക്കിയടാ, പ്രോഫിറ്റ് 20% ഓൺ സെയിൽസ്. സെയിലിൻ്റെ 20% പ്രോഫിറ്റ്, അങ്ങനെയല്ലേ പറഞ്ഞേക്കണേ? നമുക്ക് സെയിൽസ് അറിയാമോ? ക്വസ്റ്റ്യനിൽ അറിഞ്ഞൂടാ. സെയിൽ ചെയ്യുന്നത് എത്ര രൂപയ്ക്കാന്ന് അറിയാമോ? എന്ത്? സെയിൽസ് 100% എപ്പോഴും നമ്മൾ അസ്യൂം ചെയ്യണം. ഓൺ ദ സെല്ലിംഗ് പ്രൈസ് അല്ലേ പറഞ്ഞേക്കണേ? എന്തിന്റെ അടിസ്ഥാനത്തിലാണോ പറഞ്ഞേക്കണത് ആ സാധനം 100%. കത്തി. പക്ഷെ നമുക്ക് എന്താ അറിയാവുന്നത്? ഇപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ അറിയാവുന്നത് അല്ലേ? അപ്പം സെയിൽസ് 100 ആണെങ്കിൽ പ്രോഫിറ്റ് എത്ര ശതമാനം മക്കളെ? പ്രോഫിറ്റ് എത്രയാ? 20. അപ്പോൾ കോസ്റ്റ് എത്രയായിരിക്കും? കോസ്റ്റിന്റെ കൂടെ പ്രോഫിറ്റ് കൂട്ടുമ്പോഴല്ലേ സെയിൽസ് കിട്ടാ? 80. വെരി ഗുഡ്, 80. ക്ലിയർ ആയോ? കത്തിയോ?
അപ്പൊ നമുക്ക് ഈ 100% സെയിൽസ് കാണാൻ ഒരു വഴി പറഞ്ഞു തരട്ടെ, അല്ലെങ്കിൽ പ്രോഫിറ്റ് കാണാൻ ഒരു വഴി പറയട്ടെ. ഈ 2279 എന്ന് പറഞ്ഞാൽ അത് എത്ര ശതമാനത്തിന് തുല്യ? എത്ര ശതമാനത്തിന് തുല്യ? 80% തുല്യ അല്ലേ? 80 തുല്യ. അപ്പൊ അതിൽ എത്ര ശതമാനം കണ്ടുപിടിക്കണം? പ്രോഫിറ്റ് കാണണമെങ്കിൽ 20. യെസ്. ഇതിപ്പോ സെയിൽസ് ആണെങ്കിൽ 100 ഇട്ട് കൊടുത്താൽ മതി മുകളിൽ കേട്ടോ. സെയിൽസ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ 100/80 ചെയ്യുക. പ്രോഫിറ്റ് ആണെങ്കിൽ 20/80 ചെയ്യുക. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയാൽ 2279 × 20/80 എത്ര കിട്ടണമെന്ന് നോക്കി. ക്വസ്റ്റ്യൻ ഒന്ന് കാൽക്കുലേറ്റർ ചെയ്തേ. എത്രയാ? 565. റൗണ്ട് ചെയ്യുമ്പോൾ 570 കിട്ടില്ലേ? കിട്ടുമോ? അല്ലെങ്കിൽ 2279 × 100/80 ചെയ്ത് നോക്കി. അപ്പോൾ സെയിൽസ് കിട്ടും നേരിട്ട് 2848.7. അപ്പോൾ 2849. ക്ലിയർ? കത്തിയാ? ഫിദ 20/80 മനസ്സിലായോടാ? പ്രോഫിറ്റ് കിട്ടാനല്ലേ? 20% സെയിൽസിന്റെയാണ്. ഇപ്പൊ കോസ്റ്റിന്റെ പറഞ്ഞെങ്കിലോ 20% ഓൺ കോസ്റ്റ് എന്ന് പറയണേ ഒന്നും ചെയ്യാനില്ല. 80%. പറഞ്ഞുതരാം. അത് പറഞ്ഞുതരാം. അതായത് എത്രയാണോ ക്വസ്റ്റിനിൽ പറഞ്ഞേക്കണം അത് 100 നിന്ന് കുറച്ചാൽ മതി. മനസ്സിലായോ? ഇപ്പൊ 20 എന്നല്ല പറയണം. അപ്പൊ 100 നിന്ന് 20 കുറച്ചാൽ 80. കത്തിയോടാ? ഇപ്പൊ 15% എങ്കിൽ പറഞ്ഞെങ്കിലോ 15% ഓൺ സെയിലിംഗ് പ്രൈസ് എന്ന് പറയണെങ്കിലോ 85. അതന്നെ 100 നിന്ന് 15 കുറയ്ക്കുമ്പോൾ 85 വരും. അപ്പോൾ 15/85. കത്തിയാ? എല്ലാവരും ക്ലിയർ ആയോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ. ഇനി ഒരു കാര്യം പറയട്ടെ. 20% ഓൺ കോസ്റ്റ് എന്നാണ് പറഞ്ഞിരുന്നുവെങ്കിൽ, കോസ്റ്റ് എന്നാ പറഞ്ഞെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതേ × 20/100 ചെയ്താൽ മതി. കോസ്റ്റ് അപ്പം 100% അല്ലേ? കത്തിയാ? അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. പക്ഷെ ഇവിടെ കോസ്റ്റ് എന്നല്ലല്ലോ പറഞ്ഞേക്കണേ. നമുക്ക് എന്താ പറഞ്ഞേക്കണേ? എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞേക്കണേ? എത്ര ശതമാനം? എന്തിന്റെ 20% എന്ന് പറഞ്ഞേക്കണേ? സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് നമുക്ക് അറിയൂലല്ലോ. അല്ലെങ്കിൽ നമുക്ക് സെല്ലിംഗ് പ്രൈസിന്റെ നമുക്ക് ഇത് നമുക്ക് കോസ്റ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ എടുക്കായിരുന്നു. പക്ഷെ തന്നിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും സെല്ലിംഗ് പ്രൈസ് 100% എടുക്കുക. അപ്പോൾ നമുക്ക് അറിയാവുന്നത് കോസ്റ്റ് അല്ലേ? കോസ്റ്റിൻ്റെ കൂടെ ചിലവിൻ്റെ കൂടെ ലാഭം കൂടി കൂട്ടുമ്പോഴല്ലേ സെയിൽസ് കിട്ടുക. അപ്പോൾ സെയിൽസ് 100 ആവണമെങ്കിൽ, സെല്ലിംഗ് പ്രൈസ് 100 ആവണമെങ്കിൽ നമുക്കറിയാം കോസ്റ്റ് എത്രയാണോ ചിലവിൻ്റെ കൂടെ ഒരാൾക്ക് അയാൾക്ക് കിട്ടുന്ന ലാഭം കൂടി കൂട്ടുമ്പോഴാണ് മാർക്കറ്റിൽ വിൽക്കുക അയാൾ അല്ലേ? അപ്പോൾ പ്രോഫിറ്റ് 20 ആണെങ്കിൽ കോസ്റ്റ് എത്രയായിരിക്കും? 80. 80 20 കൂടി കൂട്ടുമ്പോൾ 100 വരും. കത്തിയാ? ക്ലിയർ ആയ കോൺസെപ്റ്റ്? റെസ്പോണ്ട് ചെയ്യും. എല്ലാവർക്കും ഓക്കെ ആണോ? ഫിദ സെറ്റായോ? ഏകദേശം കത്തിയിട്ടുണ്ട്. ഇനി ചെയ്ത് പഠിക്കുക. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ എളുപ്പവഴി ചെയ്യുക. 20 ആണ്. 25% എന്ന് പറയണമെങ്കിൽ എങ്ങനെ പ്രോഫിറ്റ് കാണുക? 2279 × 25/75. അത്രയേ ഉള്ളൂ. 75. 25/75. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അത് അതിൻ്റെ കൂടെ കൂട്ടുമ്പോൾ സെയിൽസ് കിട്ടും. കത്തിയാ? എത്രയാണോ ക്വസ്റ്റിൽ പറഞ്ഞേക്കണേ, സെല്ലിംഗ് പ്രൈസിൻ്റെ എത്രയാണോ ക്വസ്റ്റിൽ പറഞ്ഞേക്കണേ, നിങ്ങൾ എന്ത് ചെയ്യുക? അത് ഈ കോസ്റ്റിനെ എന്ത് ചെയ്യുക? ഈ കോസ്റ്റ് വെച്ച് ഇൻറ്റു ചെയ്യുക. ഇത് വെച്ചിട്ട് ഇൻറ്റു ചെയ്തിട്ട് ആ പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 - ആ പെർസെൻറ്റേജ്. ക്ലിയർ? കത്തിയാ? എവിടെയെങ്കിലും എഴുതി വെക്കുക കേട്ടോ. പറഞ്ഞുതരാം. എടാ ക്വസ്റ്റ്യനില് സെല്ലിംഗ് പ്രൈസിന്റെ പറയുമ്പോൾ എത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണ പെർസെൻറ്റേജ്, ആ പെർസെൻറ്റേജ് എന്ത് ചെയ്യുക? കോസ്റ്റിൽ നമുക്ക് കിട്ടിയ ആൻസറിലൂടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇല്ലേ, അത് വെച്ച് എന്ത് ചെയ്യുക? ഈ പെർസെൻറ്റേജിനെ നമ്മൾ ഇൻറ്റു ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 100 - ആ പെർസെൻറ്റേജ്. ഇപ്പോൾ ഇവിടെ 20% ആണെങ്കിൽ 100 - 20 എന്ത് വരും? 80 വരും അടിയിൽ. കത്തിയാ? എല്ലാവർക്കും ഇക്വേഷൻ കിട്ടിയില്ലേ? ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചാപ്റ്ററിൽ പഠിക്കാൻ. ഇനിയിപ്പോൾ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇങ്ങനെയായിരിക്കും. എങ്ങനെ?
മെറ്റീരിയലിൻ്റെ പ്രൈസ് 5% കൂടി. മെറ്റീരിയലിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടല്ലോ 1250 അതിന് പകരം എന്ത് പറയും? പ്രൈസ് ഇൻക്രീസ്ഡ് ബൈ 5%. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രൈസിലൂടെ മെറ്റീരിയലിൻ്റെ വില അതിൻ്റെ 5% നമ്മൾ കൂട്ടിയിട്ടെടുക്കണം. മനസ്സിലായോ? 5% കണ്ടുപിടിച്ചിട്ട് അതും കൂടി കൂട്ടിയിട്ട് വേണം മെറ്റീരിയൽ എടുക്കാൻ. ക്ലിയർ ആയോ പറഞ്ഞത്? ഈ 1,50,000 അത് കൂട്ടിട്ടോ? 5% കൂടിയെന്നല്ല പറയണേ മെറ്റീരിയലിൻ്റെ വില. അപ്പോൾ 1,50,000 5% കണ്ടുപിടിച്ചിട്ട് അതും കൂടി കൂട്ടിയിട്ട് എടുക്കണം പുതിയ കോസ്റ്റ് ഷീറ്റിലെ മെറ്റീരിയൽ. ക്ലിയർ ആയോ? അപ്പോൾ ഡിക്രീസ് എന്ന് പറഞ്ഞാലോ മൈനസ് ചെയ്തിട്ട് അങ്ങനെയാണ് പിന്നെ ഇനി വരാൻ ചാൻസ് ഉള്ളത്. അത് പോസിബിലിറ്റി കുറവാണ്, എന്നാലും അതുകൂടി ഇത് അറിഞ്ഞു വയ്ക്കുക കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയേ ഉള്ളൂ. എങ്ങനെയുണ്ട് ചാപ്റ്റർ? ഞങ്ങൾക്ക് ഇതൊന്നും എടുത്തിട്ടില്ല. എന്താ? ഞങ്ങൾക്കൊന്നും എടുത്തിട്ടില്ല അറിയാം. ആർക്കും എടുത്തിട്ടില്ലേ ഇത് കൊട്ടേഷൻ? ഒന്നാമത് എന്താ അറിയോ, ഇത് ആദ്യമായിട്ട് കേൾക്കണം, അതാണ് തീരെ ഒരു കത്താത്തത്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് ഓർത്ത് വെക്കുക എല്ലാവരും കേട്ടോ. കൊറേ ഇക്വേഷൻ വലിച്ചു വാരി തന്നിക്കണേ, പക്ഷെ എന്താ ചെയ്യാ എങ്ങനെ ചെയ്യാ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഫാക്ടറി ഓൾറെഡി എപ്പോഴും ഡയറക്റ്റ് വേജസ്, ബാക്കിയൊക്കെ ഫാക്ടറി കോസ്റ്റ് കേട്ടോ. കത്തിയോ? എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അപ്പൊ ആർക്കും കോളേജിൽ ഈ ഒരു ടോപ്പിക് എടുത്തിട്ടില്ല? ഒന്ന് പറയാമോ എടുത്തവരുണ്ടെങ്കിൽ? ഓക്കെ, അപ്പൊ നമ്മുടെ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് കോസ്റ്റ് ഷീറ്റ് നന്നായി പഠിക്കുക. കോസ്റ്റ് ഷീറ്റിൽ നോർമൽ കോസ്റ്റ് ഷീറ്റ് പഠിക്കുക, ഡീറ്റെയിൽ കോസ്റ്റ് ഷീറ്റ് പഠിക്കുക. പിന്നെ ടെൻഡേഴ്സർ കൊട്ടേഷൻ തിയറി പഠിച്ചോളുടെ മകളെ ടെൻഡർ കൊട്ടേഷൻ എന്താണെന്നുള്ളത് എപ്പോഴും വരുന്ന ക്വസ്റ്റൻ ആണ് 2 മാർക്കിൻ്റെ കേട്ടോ. അപ്പോൾ അതും പഠിക്കുക. പിന്നെ ഈ ടെൻഡർ കൊട്ടേഷൻ്റെ എങ്ങനെയാണ് ടെൻഡർ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുക എന്നുള്ളതും പഠിക്കുക. ഇത്രയും ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ ഈ ചാപ്റ്റർ പഠിക്കുക. അടുത്ത ദിവസം നമുക്ക് പുതിയ ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.